ഹലോ, ഹായ്. ആദ്യം തന്നെ എൻ്റെയും ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ഇന്ന് പെരുന്നാളല്ലേ. നമ്മളിന്ന് പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജാസ്മിൻ്റെ വീട്ടിലേക്കാണ്. എനിക്ക് ഏത് സമയം കയറി ചെല്ലാനുള്ള ഫ്രീഡം ഉള്ള ഒരു വീടാണ് അത്. അങ്ങനെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളായി കണ്ടുകൊണ്ടേയിരുന്നു. മോൻ പിറകുന്ന എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ കുറേ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അമ്മേ, അതെന്താ, ഇതെന്താ, ഇവിടെ എത്തിയപ്പോൾ ചോദിക്കും, ഇതാണോ ജയില്, ഇതാണോ, അവിടെ കുറേ ആൾക്കാരുണ്ടാവുമോ, ഒന്ന് കയറി ചെല്ലാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ടായിരുന്നു മോനെ. പിന്നെ എന്തായി, നമ്മൾ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അവിടെ വീട്ടിലേക്കുള്ള കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വിചാരിച്ചു. ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ, അതുകൊണ്ട് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരിതാ ജാസ്മിൻ്റെ വീട്ടിലേക്ക് എത്തിയേ. അവിടെ പുറത്തെല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കണ്ടപാടെ എല്ലാവരും ഓടി അകത്തേക്ക് പോയി. ഇവിടെ ഇരുന്നിട്ട് കാണുന്നത് അവിടെ ഉമ്മയാണ്. ഇതാ ജാസ്മിൻ എത്തി. ഞാൻ ആദ്യം അവർക്ക് ഈദ് മുബാറക്ക് പറഞ്ഞു. അവിടെ സിസ്റ്ററാണ് സാദി, പിന്നെ ഉപ്പ, ഉമ്മ, എല്ലാവരോടും നമ്മൾ ഈദ് മുബാറക്ക് പറഞ്ഞു. പോയ പാടെ ഫുഡായിട്ട് തുടങ്ങി. അത് അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. ജാസ്മിൻ്റെ സ്പെഷ്യൽ ആണെയുള്ള. ഉമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഇതാ ഇക്ക വന്നു. ഇക്ക ചിരിച്ചോണ്ട് പോയി. ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ ഭയങ്കര മടിയാണ് കക്ഷിക്ക്. ഇതാണ് ജെസ്സി, നമ്മുടെ വേദാളം. ഈ ചിക്കൻ കാറ് ഞാനെടുത്ത് കഴിക്കുന്നത് അവർ ഇത്രയും വൃത്തിയിലെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഫുഡൊക്കെ അടിപൊളിയായിരുന്നേ. നല്ല ചിക്കൻ ബിരിയാണി. പിന്നെ ഇതാണ് അൽസ, എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. ഞാൻ വരുന്നതുകൊണ്ട് മാത്രം ആക്കിയതാണ്. വേറെ അവർക്ക് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല അൽസയോട്. പിന്നെ നമ്മളെല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ബീഫ് ഫ്രൈ പൊളിയാണ്. ഇതൊരിക്കലും രണ്ടോട്ടൊന്നും പറഞ്ഞാൽ മതിയാവില്ല. സൂപ്പർ സാധനമായിരുന്നു. അൽസ ടേസ്റ്റ് ചെയ്തു, ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്തു. അൽസ കഴിച്ച് മതിയായേ ഇല്ല. പിന്നെ ഇതാ ഉച്ച കഴിഞ്ഞ് മക്കളെല്ലാവരും കൂടി കുളത്തിലേക്ക് കുളിക്കാൻ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഏട്ടനും മിക്കയും മക്കളെല്ലാം കൂടി കുളത്തിൽ പോയി പെരുന്നാൾ കുളത്തിൽ ആഘോഷിച്ചു എന്നാണ് പറയാം. എല്ലാവർക്കും കൂടി ഒരേ വാശിയായിരുന്നു. മോന് നീന്തൽ അറിയില്ല, അപ്പം അവൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഇക്ക പറഞ്ഞ് നമുക്ക് എന്തായാലും പോകാമെന്ന്. അങ്ങനെ ഏട്ടനും മക്കളെല്ലാം കൂടി കുളത്തിലേക്ക് പോയി അവിടെ നിന്ന് കുളിച്ചു. കുറച്ച് കാഴ്ചകളെല്ലാം നമ്മൾ കണ്ട് നമ്മളിവിടെ കരക്കിരുന്ന് ഇവരെ കുളിയും കളിയും എല്ലാം ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇന്നത്തെ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങാണ്. എല്ലാവരോടും യാത്ര ചോദിച്ചു. അപ്പം പിന്നെ ബായ്, നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.